1896 ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ചയാണ് അവൾ തൻ്റെ മരണത്തിൻ്റെ ആഗമനധ്വനി ആദ്യം ശ്രവിച്ചത്. ആ സംഭവത്തെ അവൾ തന്നെ വിവരിക്കുന്നുണ്ട്. അന്ന് ദുഃഖവെള്ളിയാഴ്ച അർദ്ധരാത്രിയോട് ഞാൻ മുറിയിലേക്ക് പോന്നു. തലയണിയിൽ തലവെച്ചതോടുകൂടി ഉള്ളിൽ നിന്ന് എന്തോ എൻ്റെ ചുണ്ടിലേക്ക് വന്നതായി എനിക്ക് തോന്നി. എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എൻ്റെ കൈത്തൂവാല രക്തത്തിൽ നനഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. രക്തം ചുമച്ചതിൻ്റെ അർത്ഥം ക്ഷയരോഗമാണെന്നും ക്ഷയരോഗം മരണത്തിൻ്റെ തുടക്കമാണെന്നും ഞാൻ മനസ്സിലാക്കി. ഈശോ എൻ്റെ മരണത്തിൻ്റെ വാർഷിക ദിനത്തിൽ ആഘാതമായിക്കൊണ്ടിരിക്കുന്ന മരണത്തിലേക്കുള്ള തൻ്റെ വിളി അറിയിച്ചതാണ് അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആനന്ദത്തോടെ ദൈവേഷ്ടം തന്നിൽ നിറവേറുവാൻ ഞാൻ സ്വയം സമർപ്പിച്ചു. മരണത്തിനും ഏതാനും നാളുകൾ മുമ്പ് കൊച്ചുത്രേസ്യ സ്വർഗസൗഭാഗ്യത്തെപ്പറ്റി നിരന്തരം സ്വപ്നം കണ്ട് ആനന്ദിച്ചിരുന്നു. എന്നാൽ വിശ്വാസമില്ലാത്ത ആത്മാക്കൾ വരപ്രസാദത്തിൻ്റെ ദുരുപയോഗം മൂലം സംശുദ്ധമായ സാക്ഷാൽ സൗഭാഗ്യത്തിന് മാത്രം നിദാനമായ അമൂല്യ നിക്ഷേപത്തെ നഷ്ടപ്പെടുത്തുമെന്ന് ഓർത്ത് അവൾ ദുഃഖിതയായി. നശിക്കുവാനിടയുള്ള ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാൻ അവൾ തയ്യാറായി. അന്ധകാരം തിരിച്ചറിയാത്ത ആത്മാക്കൾക്ക് വേണ്ടി ലോകത്തിൻ്റെ ദീപമായ ദിവ്യരാജാവിനോട് അവൾ പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയുടെ പുത്രി ആ ദിവ്യപ്രകാശത്തെ ദർശിക്കുന്നുണ്ട്. സ്വസഹോദരന്മാർക്കു വേണ്ടി അവൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. അങ്ങ് തിരുമനസ്സാകുന്ന കാലമെല്ലാം ക്ലേശങ്ങളാകുന്ന അപ്പം ഭക്ഷിക്കുവാൻ അവൾ സന്നദ്ധയാണ്. പാവപ്പെട്ട പാപികളിരുന്ന് ഭക്ഷിക്കുന്നു. ഈ കയ്പ് നിറഞ്ഞ മേശയിൽ നിന്ന് അങ്ങ് നിശ്ചയിക്കുന്ന ദിവസത്തിനു മുമ്പ് എഴുന്നേൽക്കുവാൻ പോലും അവൾ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.